മുസ്ലിം ലീഗ് അത്തരത്തിലുള്ള ഈ വർഗീയവൽക്കരണ പ്രോജക്ടുകളെ ഒരിക്കലും ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നിട്ട് അതിനെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണ പരിപാടികൾ ഒരിക്കലും ചെയ്യാറില്ല. രണ്ടാമത് ഇദ്ദേഹത്തെ അവഗണിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അല്ലേ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിട്ടുണ്ടാവും, ഇദ്ദേഹത്തെ അവഗണിക്കുന്നതാണ് നല്ലത് എന്ന്. പക്ഷെ അദ്ദേഹം പോകുന്ന ട്രാക്ക് നോക്കൂ, അദ്ദേഹം ആ ട്രാക്കിൽ നിന്ന് മാറുന്നില്ല എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം മാത്രമല്ല, CPM ആ ട്രാക്കിൽ നിന്ന് മാറുന്നില്ല. നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു തിരിച്ചടി CPM കിട്ടിയപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് സ്വാഭാവികമായും ഇവിടുത്തെ മതേതര വിശ്വാസമുള്ള ഈ ഒരു സെക്യുലർ ഫാബ്രിക് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഈ വെള്ളാപ്പള്ളിയെ CPM പരസ്യമായി തള്ളി പറയുമെന്നാണ്. മിനിമം ഗോവിന്ദ മാഷെങ്കിലും അത് ചെയ്യും എന്ന് നമ്മൾ വിചാരിച്ചതാണ്. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ചർച്ചയിൽ ഉൾപ്പെടെ റെജി ലൂക്കോസ് ഒക്കെ അങ്ങനെ ചെയ്തു എന്നാണ്. അദ്ദേഹത്തെ പരോക്ഷമായെങ്കിലും തള്ളി പറയുന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ്. ധാരാളം CPM സഹയാത്രികർ അങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ ഫേസ്ബുക്കിലും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. പക്ഷെ CPM-ന്റെ ഔദ്യോഗിക നേതൃത്വം ഇപ്പോഴും അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ തള്ളി പറയുന്നില്ല എന്നാണ് കൗതുകകരമായ ഒരു കാര്യം. നമ്മൾ നോക്കൂ, ഇപ്പൊ ഈ പാലക്കാട് എല്ലാവരുടെയും തെരഞ്ഞെടുപ്പ് ദിവസം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട കൗതുകകരമായ ഒരു കാര്യം, വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് എങ്കിൽ പോലും അത് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ പരാജയപ്പെട്ട ഒരു CPM സ്ഥാനാർത്ഥി അവിടെ നിന്ന് നേരെ പോകുന്നത് കുൽക്കല്ലൂർ പഞ്ചായത്തിൽ വിജയിച്ച BJP-യുടെ സ്ഥാനാർത്ഥിയുടെ എന്റെ കൂടപ്പുറപ്പാണ് എന്നാണ് അവർ വിശേഷിച്ചത്. തീർച്ചയായും അവർ തമ്മിൽ അങ്ങനെയുള്ള ഒരു ആത്മബന്ധം ഉണ്ടായിരിക്കാം. എന്നാൽ പോലും ആ കൂടപ്പുറപ്പ് എന്ന് പറയപ്പെടുന്ന BJP സ്ഥാനാർത്ഥിയുടെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാനാണ് അവർ പോയത്. ഇത് തീർച്ചയായും കേരളത്തിൽ ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. സമാനമായ സംഭവങ്ങൾ മറ്റെവിടെയെങ്കിലും നമുക്ക് ഉണ്ടാവില്ല. എന്നാൽ ഇതാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി കേരളത്തിൽ നിർവഹിക്കാൻ പോകുന്ന ദൗത്യത്തിന്റെ ഒരു നേർചിത്രമാണിത്. ഇത് എങ്ങനെയൊക്കെയാണ് ഇത് വികസിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാനിരിക്കുന്നേ ഉള്ളൂ. വളരെ കൃത്യമായ മെസ്സേജാണ്. BJP-യുടെ ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ BJP-യുടെ വിജയത്തിൽ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ CPM തന്നെ അംഗീകരിച്ച ഒരു കാര്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കോർ വോട്ട് ബാങ്ക് BJP-യിലേക്ക് പോയിട്ടുണ്ട്. അത് പ്രധാനമായും ആറ്റിങ്ങൽ, ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഏത് സമുദായത്തിൽ നിന്നാണ് ആ വോട്ട് പോയതെന്ന് അറിയാം. അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് CPM-നെ സംബന്ധിച്ച ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അതിൽ വെള്ളാപ്പള്ളി നടേശൻ പാലമായി നിൽക്കുന്നു. ആ വോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വെള്ളാപ്പള്ളി നടേശൻ സഹായിക്കുന്നു എന്നൊരു തോന്നൽ CPM-ന് ഉണ്ടാകാം. തീർച്ചയായും അത് മാത്രമല്ല, അത്തരം കണക്കുകൾ ധാരാളം പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും BJP-യുടെ വോട്ടുകൾ അല്ലെങ്കിൽ BJP പ്രതിനിധീകരിക്കുന്ന ഹിന്ദുത്വവാദ വോട്ടുകൾ എങ്ങോട്ടാണ് പോയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇപ്പൊ തന്നെ ഇവിടെ കാരശ്ശേരി മാഷ് സൂചിപ്പിച്ച ഒരു കാര്യം, അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോവുകയാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ആരാണ് പ്രഖ്യാപിക്കുന്നത്? BDJS-ന്റെ മുതലാളിയല്ലല്ലോ ഇദ്ദേഹം, അദ്ദേഹത്തിന്റെ മകനല്ലേ BDJS-ന്റെ നേതാവ്. ഇദ്ദേഹത്തിന് എങ്ങനെയാണ് അത് പറയാൻ കഴിയുന്നത്? അപ്പൊ ഇത് ഏത് പക്ഷത്തെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്? BJP-യോടൊപ്പം ഉള്ള ഒരു സഖ്യകക്ഷിയുടെ നിലപാട് പ്രഖ്യാപിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം അത് CPM-ലേക്ക് പോകുന്നത്. അത് കൃത്യമാണ്. CPM-നാണ് ഇനി അദ്ദേഹത്തിന്റെ വോട്ടുകൾ ആവശ്യമുള്ളത്. BJP-ക്ക് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു, ഇനി CPM-നെ വിജയിപ്പിക്കുക. ഈ മൂന്നാം ഊഴത്തിന് വേണ്ടി CPM-നെ വിജയിപ്പിക്കുക എന്ന സാധ്യമാവില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ചേരിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മാത്രം CPM-നൊപ്പം, മറ്റെല്ലാ തെരഞ്ഞെടുപ്പിലും BJP-ക്കൊപ്പം, അങ്ങനെയാണോ? BJP-ക്ക് പരോക്ഷമായ സഹായം ചെയ്തതുകൊണ്ട് ഇനി പ്രത്യക്ഷത്തിലുള്ള സഹായം ചെയ്യേണ്ട ഒരു ഘട്ടം വന്നിരിക്കുന്നു. അതാണ് CPM അദ്ദേഹത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ഘട്ടം ഇപ്പോൾ വന്നിരിക്കുന്നു. നോക്ക്, നമ്മൾ ഇപ്പൊ ഇദ്ദേഹത്തെ കാറിൽ കയറ്റി കൊണ്ടുപോയതിനെ കുറിച്ച് CPM എന്താണ് പറയുന്നത്? സജി ചെറിയാന്റെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടു. അദ്ദേഹം പറഞ്ഞു വഴിയിൽ നിൽക്കുമ്പോൾ കയറ്റി കൊണ്ടുപോലെയാണ് പറഞ്ഞത്. അതായത് വെള്ളാപ്പള്ളി നടേശൻ അയ്യപ്പ സംഗമത്തിന് പോകാൻ വഴിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാഹനം അതുവഴി വരുന്നത്. അദ്ദേഹം കൈ കാണിച്ചു, കയറി. അങ്ങനെ അത്രയും ലളിതമായി, അത്ര ലാഘവത്തോടു കൂടിയാണ് ഇദ്ദേഹം പറയുന്നത് അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളിയെ നമ്പർ 1 കാറിൽ കൊണ്ടുപോയി എന്നുള്ളത്. ഇതിനെ കുറിച്ച് എന്താണ് മനുഷ്യൻ സാധാരണഗതിയിൽ കേരളത്തിലെ ഒരു സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യൻ ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇത്രയധികം വർഗീയ പരാമർശങ്ങൾ കേരളത്തിൽ നടത്തിയ ഒരു മനുഷ്യൻ നോക്കൂ, നമ്മൾ എടുത്തു നോക്ക്, BJP-യുടെ ആളുകളെക്കാൾ, ശശികല ടീച്ചറെ പോലെയുള്ള ആളുകളെക്കാൾ, ഹിന്ദു ഐക്യവേദിയുടെ കുമ്മനം രാജശേഖരനെ പോലെ നമ്മൾ കേരളത്തിലെ ഹിന്ദുത്വ വർഗീയതയുടെ പ്രതിനിധികളല്ല, അംബാസഡർമാരെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ വർഗീയത പറഞ്ഞൊരു മനുഷ്യനാണ് ഇയാൾ, ഈ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം